ഹലോ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അപ്പോൾ നാളെ പെരുന്നാളാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൈലാഞ്ചി ഇടണം, എന്താ പറയുക, എന്തെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കും ഞാൻ എല്ലാ പ്രാവശ്യം. എന്തെങ്കിലും ചെറിയ കുറച്ച് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് അതിൻ്റെ ആ ഒരു പാത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ട് കുറേ ആയി. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇന്ന് അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാണ്. അങ്ങനെ അത് നേരത്തെ അത് സെറ്റാക്കി വെക്കണമല്ലോ അതിൻ്റെ ആ മിക്സ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എന്താ പറയുക, ആ ഒരു പഴമൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പോയപ്പോൾ. ഞങ്ങൾ പർച്ചേസും ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അതോട് കൂടിയിട്ട് ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര, അതുപോലെ എന്താ പറയുക, കുറച്ച് റവ, അരിപ്പൊടി, കുറച്ച് മൈദ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു റെസിപ്പി നോക്കിയെടുത്തു. ഞാൻ കുറേ റെസിപ്പീസ് ഉണ്ട്, പക്ഷേ ഏതാണ് നല്ലതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീണാസ് കറി വേൾഡിൻ്റെ ഒരു റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് പഴം പലഹാരത്തിലൊക്കെ കൂട്ടുന്നത് ഇഷ്ടമാണ്. പഴം ചേർത്തിട്ടും ചേർക്കാതെ ഉണ്ടാക്കുന്നുണ്ട്, റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പഴം ചേർത്തിട്ടുള്ള റെസിപ്പിയാണ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ മിക്സൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സേറ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ ഉറങ്ങി നല്ല ഉറക്കമായി എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ഞാൻ എന്താ പറയുക, മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൾ അറിഞ്ഞിട്ടില്ല. കാരണം ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഇടാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അപ്പം തന്നെ അത് മാച്ച് കളയുമെന്ന് പറയും. അപ്പോൾ അതൊന്നും ചോക്കാനുള്ള ടൈം അവൾ കൊടുക്കില്ല. അതാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ട്യൂബ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എത്ര മാത്രം ചോക്കും, എത്ര സമയം ഇടണം അതൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും മറ്റേ കയ്യിൽ ഇട്ട് കൊടുത്തു. പക്ഷെ അവളൊന്ന് കൈയൊക്കെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ പണി പാളി, നൈസായിട്ട് പാളി. കാരണം അവൾ ഓൾറെഡി എന്താ പറയുക, എൻ്റെ കയ്യിലൊക്കെ ഇടാൻ വേണ്ടി ഞാൻ എടുത്ത് സെറ്റാക്കി നിർത്തിയേക്കായിരുന്നു. അപ്പോൾ അവൾ അറിയാതെ ഉറക്കത്തിൽ അവളെ മുഖത്തോട്ട് തന്നെ അത് സ്പ്രെഡ് ചെയ്ത് കണ്ണിലൊക്കെ ചെറുതായിട്ട് ചോന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മാച്ചപ്പോൾ അവൾ ഉണർന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവളത് മൈലാഞ്ചി കണ്ടപ്പോൾ അവളത് മാച്ചിട്ടേ ഉറങ്ങുള്ളൂ എന്ന് വാശി പിടിച്ചുകൊണ്ട് ഞാനത് കഴുകി കൊടുത്തിട്ടാണ് പിന്നെ അവൾ അങ്ങനെ ഉറങ്ങി. കണ്ട സുഖമായിട്ട് ഉറങ്ങി. അപ്പോൾ ചെറിയൊരു കളറ് കാണുന്നുള്ളൂ. ഇനി പിറ്റേ ദിവസത്തേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലിട്ടു. അപ്പോൾ എന്താ പറയുക, കയ്യിലെ ഉൾഭാഗത്ത് ഇട്ടില്ല, പുറം ഭാഗത്ത് മാത്രമേ ഇട്ടുള്ളൂ. കാരണം നമ്മൾ കൂടുതലും കാണുന്ന ഭാഗം അതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സൈഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതും എത്ര സമയം ചോക്കും എങ്ങനെ വെക്കണം എന്നൊന്നും ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഉണങ്ങുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഉണങ്ങി ഇത് കഴുകി കളഞ്ഞിട്ട് വേണം അപ്പോൾ ഉണ്ണിയപ്പം ആ മിക്സും ഒന്നും സെറ്റ് ആവുമല്ലോ. എന്നിട്ട് വേണം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതാ മൈലാഞ്ചിയൊക്കെ ഉണങ്ങി ശേഷം ഞാനത് കഴുകി കളഞ്ഞു. ഇപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി കുറേ കഴിയുമ്പോൾ ഒന്നും കൂടി ചോക്കുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പൊക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പറായതൊക്കെ ചോദിച്ചാൽ എന്താ പറയുക, ടേസ്റ്റ് ഓക്കെയാണ്, മധുരം ഒക്കെയാണ് എല്ലാം. പക്ഷെ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്തു. അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ഉണ്ണിയപ്പം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പോകുന്നത് അസിക്കാടെ വീട്ടിലേക്കാണ്. പെരുന്നാൾ അവിടെയാണ് എല്ലാവരും കൂടി കൂടുന്നത്. അപ്പോൾ ഈ ബാക്കി എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറയട്ടെ.